Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 19 ചൊവ്വാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. സുഡാൻ ഭരണാധികാരിയുടെ ബഹ്റിൻ സന്ദർശനത്തെയും GCCയുടെ 45ാം വാർഷികത്തെയും യോഗം സ്വാഗതം ചെയ്തു. കൂടാതെ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് GPIC പ്ലാന്റിലുണ്ടായ കേടുപാടുകൾ വേഗത്തിൽ പരിഹരിച്ച സുരക്ഷാ വിഭാഗങ്ങളെ ക്യാബിനറ്റ് അഭിനന്ദിച്ചു. സൗദി അറേബ്യ, UAE എന്നിവിടങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളെയും കുവൈത്തിന്റെ സുരക്ഷ തകർക്കാൻ ഇറാന്റെ IRGC നടത്തിയ സമുദ്ര കടന്നുകയറ്റ ശ്രമങ്ങളെയും യോഗം ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നാണയനിധി മിഡിൽ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ ഡയറക്ടർ ഡോക്ടർ ജിഹാദ് അസൂറിനെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഹുദൈബിയ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിലൂടെയും സുസ്ഥിര വികസന പദ്ധതികളിലൂടെയും ബഹ്റൈനെ ആഗോള സാമ്പത്തിക ഹബ്ബാക്കി മാറ്റാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത കിരീടാവകാശി യോഗത്തിൽ ഊന്നിപ്പറഞ്ഞു. ഏറ്റവും പുതിയ പ്രാദേശിക ആഗോള സാമ്പത്തിക ചലനങ്ങളും ഇരുവർക്കും താൽപ്പര്യമുള്ള മറ്റു വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമ്മദ് ബിൻ ഫൈസൽ അൽ മൽക്കിയും യോഗത്തിൽ പങ്കെടുത്തു. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുടുംബങ്ങൾക്ക് 2026 ഈദ് അൽ അദ്ഹ സാമ്പത്തിക സഹായ വിതരണം ചെയ്യാൻ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉത്തരവിട്ടു. പെരുന്നാൾ ഒരുക്കങ്ങൾക്കായി ധനസഹായം സമയബന്ധിതമായി വിതരണം ചെയ്യാൻ രാജാവ് RHFന് നിർദ്ദേശം നൽകി. രാജാവിന്റെ നിരന്തരമായ ഈ പിന്തുണയ്ക്ക് RHF ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ നന്ദി അറിയിച്ചു. ഈ പെരുന്നാൾ സമ്മാനം ആശ്രയമറ്റ കുടുംബങ്ങളിൽ സന്തോഷം എത്തിക്കാനുള്ള രാജാവിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണെന്ന് RHF ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഇബ്രാഹിം ദൽഹാൻ അൽ ദോസരി പറഞ്ഞു. ബഹ്റിനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെയ് 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ നടത്തിയ വിപുലമായ പരിശോധനകളിൽ നിയമലംഘകരായ 30 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും 83 പേരെ നാടുകടത്തുകയും ചെയ്തു. രാജ്യത്തുടനീളം 1222 പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളുമാണ് അധികൃതർ നടത്തിയത്. വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ 1186 പരിശോധനകളും മറ്റ് സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് നടത്തിയ 36 സംയുക്ത ക്യാമ്പയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചതായി LMRA അറിയിച്ചു. ബഹ്റിൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ തങ്ങളുടെ ആഗോള ശൃംഖലയുടെ 75% സർവീസുകളും പുനഃസ്ഥാപിച്ചു. നിലവിൽ 24 രാജ്യങ്ങളിലായി 40 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 2026 ജൂൺ 1 സർവീസുകൾ പൂർണ്ണമായി പഴയപടിയാക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. ജീവനക്കാരുടെ പ്രയത്നം അഭിനന്ദനാർഹമാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർട്ടിൻ ഗാസ് പറഞ്ഞു. യാത്രക്കാർക്കായി ജൂൺ 30 വരെയുള്ള കൺഫേംഡ് ബുക്കിംഗുകൾക്ക് സൗജന്യമായി ഒരു തവണ തീയതി മാറ്റാൻ അവസരമുണ്ട്. ബുക്കിംഗ് 2027 മാർച്ച് 31 വരെയാണ്. കൂടാതെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കാലാവധി തീരേണ്ടിയിരുന്ന ഫാൽക്കൺ ഫ്ലയർ മൈലുകളുടെയും പോയിന്റുകളുടെയും കാലാവധി ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. ബഹ്റിനിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ 120ാം വാർഷികാഘോഷത്തിൽ ഹമ്മദ് രാജാവിനെ പ്രതിനിധീകരിച്ച് ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തു. കിങ് ഹമ്മദ് ഗ്ലോബൽ സെന്റർ ഫോർ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസുമായി സഹകരിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബഹ്റിന്റെ ആധുനിക ഭരണകൂടത്തിന്റെ സ്ഥാപകനായ ഷെയ്ഖ് ഇസ ബിൻ അൽ ഖലീഫയുടെ സ്മരണാർത്ഥം ഇയർ ഓഫ് ഈസ അൽ കബീറായി പ്രഖ്യാപിച്ച വർഷത്തിൽ തന്നെയാണ് ഈ ആഘോഷമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും ബഹ്റൈന്റെ പാരമ്പര്യത്തെയാണ് ഈ ചടങ്ങ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിഗത ഷിപ്മെന്റുകൾക്കും തപാൽ പാഴ്സലുകൾക്കുമുള്ള കസ്റ്റംസ് ഡ്യൂട്ടി നിയമങ്ങൾ ബഹ്റിൻ കസ്റ്റംസ് അഫയേഴ്സ് പുതുക്കി. GCC ഏകീകൃത കസ്റ്റംസ് വ്യവസ്ഥയുടെ ഭാഗമായാണ് ഈ പരിഷ്കാരം. പുതിയ നിയമപ്രകാരം 100 ബഹ്റൈനി ദിനാറോ അതിൽ കൂടുതലോ മൂല്യമുള്ള ഷിപ്മെന്റുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയും 10% വാറ്റും ഈടാക്കും. ഇ-കൊമേഴ്സ് രംഗത്തെ വളർച്ച മുൻനിർത്തി കസ്റ്റംസ് നടപടികൾ വേഗത്തിലാക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ഈ മാറ്റമെന്ന് അധികൃതർ വ്യക്തമാക്കി.
ബഹ്റൈനിലെ ഡെലിവറി കമ്പനികൾ ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് കാറുകളിലേക്കും ബൈക്കുകളിലേക്കും മാറണമെന്ന ആവശ്യവുമായി MP അഹമ്മദ് അൽ സല്ലൂം പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചു. ചെറിയ ഓർഡറുകൾക്ക് പോലും ഡെലിവറി വാഹനങ്ങളെ ആശ്രയിക്കുന്നത് അന്താരാഷ്ട്ര ശബ്ദ മലിനീകരണത്തിനും റോഡുകളിലെ തിരക്കിനും കാരണമാകുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡെലിവറി മേഖലയ്ക്കായി പുതിയ നിയമങ്ങൾ തയ്യാറാക്കുകയാണെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാധാരണ മോട്ടോർ ബൈക്കുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് ബൈക്കുകളുടെ പെർമിറ്റ് ഫീസിൽ ഇളവുകൾ നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ലൈസൻസിന് അപേക്ഷിക്കുന്ന കമ്പനികൾ മുതൽ ഈ മാറ്റം നിർബന്ധമാക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. നായ്ക്കൾക്കുള്ള ഷാംപൂ ബോട്ടിലുകളിൽ ഒളിപ്പിച്ചു മയക്കുമരുന്ന് കടത്തിയ കേസിൽ 2 ഏഷ്യൻ പൗരന്മാരുടെ ജയിൽ ശിക്ഷ ബഹ്റൈൻ സുപ്രീം കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര ലഹരിമരുന്ന് കടത്ത് സംഘത്തിലെ കണ്ണികളായ 1-ാം പ്രതിക്ക് 15 വർഷവും 5000 ദിനാർ പിഴയും മയക്കുമരുന്ന് ഉപയോഗിച്ച 2-ാം പ്രതിക്ക് 6 മാസം തടവും 100 ദിനാർ പിഴയുമാണ് ശിക്ഷ. എയർ കാർഗോ വഴി വന്ന പാഴ്സലുകളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് CBD ഇനത്തിൽപ്പെട്ട ദ്രാവക മയക്കുമരുന്ന് കണ്ടെത്തിയത്. പ്രതികൾ 2019-നും 2024-നും ഇടയിൽ മയക്കുമരുന്ന് ഇടപാടുകളിലൂടെ ഏകദേശം 17.42 ലക്ഷം ബഹ്റിനി ദീനാറിന്റെ സംശയാസ്പദമായ അന്താരാഷ്ട്ര പണമിടപാടുകൾ നടത്തിയതായും സാമ്പത്തിക അന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. 2 വ്യത്യസ്ത മനുഷ്യക്കടത്ത് കേസുകളിലെ അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ ബഹ്റിൻ ഹൈ ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്തതായി മനുഷ്യക്കടത്ത് വിരുദ്ധ പ്രോസിക്യൂഷൻ അറിയിച്ചു. 1-ാം കേസിൽ ഗാർഹിക തൊഴിലാളിയായി എത്തിയ യുവതിയെ ശമ്പളം നൽകാതെ നിർബന്ധിത ജോലിക്ക് ഇരയാക്കിയതിനും 2-ാം കേസിൽ മറ്റൊരു യുവതിയെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിച്ചതിനുമാണ് കേസ്. ഇരകളായ യുവതികളെ മനുഷ്യക്കടത്ത് വിരുദ്ധ ദേശീയ സമിതിയുടെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളുടെ വിചാരണ ഈ മാസം അവസാനം ആരംഭിക്കും. ബഹ്റിനിലെ കിൻഡർ ഗാർട്ടൻ നഴ്സറി ജീവനക്കാർക്കായി പുതിയ യോഗ്യതാ കോഴ്സ് അവതരിപ്പിക്കാനുള്ള ബഹ്റിൻ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശത്തിന് പാർലമെന്റ് സമിതി അംഗീകാരം നൽകി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ മേഖലയിലേക്ക് വരുന്നവർക്കായി പ്രാക്ടിക്കൽ പരിശീലനം നൽകുന്ന ലെവൽ 5 സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ഈ കോഴ്സ് വരും സെപ്റ്റംബറിൽ ആരംഭിക്കും. സൂപ്പർവൈസർ തസ്തികകളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവർക്കായി ലെവൽ 6 കോഴ്സും പദ്ധതിയിലുണ്ട്. പ്രവേശനത്തിൽ ബഹ്റിനികൾക്ക് മുൻഗണന ലഭിക്കും. സ്വകാര്യ മേഖലയിൽ അന്യായമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്ന ജീവനക്കാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കോടതിക്ക് നേരിട്ട് അധികാരം നൽകുന്ന നിയമ ഭേദഗതി നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ് അംഗങ്ങൾ രംഗത്ത്. MP സൈനബ് അബ്ദുൽ അമീറിന്റെ നേതൃത്വത്തിലാണ് 2012-ലെ സ്വകാര്യ മേഖലാ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 104 ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം സമർപ്പിച്ചത്. നിലവിൽ അന്യായമായ പിരിച്ചുവിടലുകൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരമാണ് നൽകാറുള്ളത്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം പിരിച്ചുവിടൽ നിയമവിരുദ്ധമാണെന്ന് തെളിയുകയും ജീവനക്കാരൻ
ഉടൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അയാളെ പഴയ തസ്തികയിൽ തന്നെ തിരിച്ചെടുക്കാൻ കോടതിക്ക് ഉത്തരവിടാം. വെറും സാമ്പത്തിക നഷ്ടപരിഹാരം കൊണ്ട് മാത്രം ജോലി നഷ്ടപ്പെടുന്ന പ്രതിസന്ധി പരിഹരിക്കാനാകില്ലെന്നും പെട്ടെന്നുണ്ടാകുന്ന തൊഴിലില്ലായ്മ കുടുംബങ്ങളെ കടക്കെണിയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. പക്ഷാഘാതം ബാധിച്ച രോഗിയുടെ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്ത് ഇലക്ട്രോണിക് ബാങ്കിംഗ് തട്ടിപ്പിലൂടെ 25,750 ബഹ്റിനി ദിനാർ കവർന്ന നഴ്സിന്റെ 10 വർഷം തടവ് ശിക്ഷ ബഹ്റിൻ ഹൈക്രിമിനൽ അപ്പീൽ കോടതി ശരിവച്ചു. തടവ് ശിക്ഷയ്ക്ക് പുറമെ 5,000 ദിനാർ പിഴയും ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താനും കോടതി ഉത്തരവിട്ടു. രോഗിയുടെ OTP ഉപയോഗിച്ച് നഴ്സ് പണം സ്വന്തം അക്കൗണ്ടിലേക്കും പിന്നീട് നാട്ടിലേക്കും കടത്തുകയായിരുന്നു. പിതാവിന്റെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകകൾ നഷ്ടപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട മകൻ നൽകിയ പരാതിയിലാണ് തട്ടിപ്പ് പുറത്തായത്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.